ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർഫ്ലോ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ ടൈഗർ ഓസ്കാറുകൾ എടുക്കുന്ന ഈ ടാങ്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം നമ്മൾ 2 ദിവസമായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ടാർപോളിൽ നിന്നിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അവർ ഓക്കെ അല്ലേ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. രണ്ടുപേരും ഓക്കെയാണ്, കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. മഴ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ടാർപോളിനിട്ട് എല്ലാ ദിവസവും ഈവനിങ്ങിൽ കവർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് ടൈം ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കും. എന്നിട്ട് രാവിലെ വന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ 2 ദിവസമായിട്ടൊന്നും ഇപ്പോൾ കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് അവരൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാത്രി കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പെയ്യുന്ന മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഓസ്കാറുകൾക്ക് സ്ട്രെസ് കാര്യങ്ങളെല്ലാം വരാറുള്ളത്. അതായത് ഈ ചൂട് ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്ന് തണുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് സ്ലോ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പതുക്കെ അഡാപ്റ്റ് ആയിക്കോളും. എങ്കിലും ഓസ്കാറുകളൊക്കെ നിങ്ങൾ ഔട്ട്ഡോർ ടാങ്കിൽ വളർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ എടുക്കുന്ന ഈ ടാങ്കിൽ നമ്മൾ ഓവർഫ്ലോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് വീഡിയോകളൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഓവർഫ്ലോ സൈഫൺ നമ്മൾ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ചകൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരതിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ഈ സൈഫൺ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് ഇതിനകത്ത് നമ്മൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ജോയിൻറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ എന്തെങ്കിലും ലൂസോ കാര്യങ്ങളോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ കയറി കഴിഞ്ഞാൽ ഈ സൈഫൺ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ വന്ന് ചെക്ക് ചെയ്ത് പോകുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ സൈഫൺ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ മഴ പെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. നന്നായി തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ മീനുകളുടെ മെറ്റാബോളിസം കുറവായിരിക്കും. അതുകൊണ്ട് അവർ ഫുഡ് കഴിക്കുന്നതും പൊതുവേ കുറവായിരിക്കും. അപ്പോൾ ഫീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ജയന്റ് ഗൗരാമി കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് അപ്ഡേറ്റ്, റെഡ് ടൈൽ, ആൽബിനോ, പിങ്ക്, ഇതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ മുമ്പത്തെ പോലെ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോസ് ചെയ്യാറില്ല. കാരണം കുറച്ച് വലുതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്.